അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് എന്താണ് എഡ്ജ് ബാൻഡിങ് എന്നുള്ളത്. എഡ്ജ് ബാൻഡിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമുക്ക് ഈ പ്ലൈവുഡ് പ്രസ് ചെയ്തതിന് ശേഷം, പ്ലൈവുഡിൽ ലാമിനേറ്റ് പ്രസ് ചെയ്തതിന് ശേഷം അതിന്റെ കട്ട് ചെയ്യുമ്പോൾ വരുന്ന എഡ്ജസ് നമ്മൾ കവറപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് എഡ്ജ് ബാൻഡിങ് എന്ന് പറയുമ്പോൾ. അത് ചെയ്യുന്ന രീതി രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. അത് ഒന്ന് ഫുള്ള് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനിൽ നമ്മൾ ത്രൂ ഫീഡ് മെഷീൻ എന്ന് പറയും. അതിൽ ഫുള്ള് പ്രോസസ്സ് ചെയ്ത്, അതായത് ഒരു എൻഡിൽ നിന്ന് മെഷീനിലേക്ക് കടത്തി വിട്ടതിന് ശേഷം അടുത്ത മെഷീന്റെ അടുത്ത എൻഡിൽ ചെല്ലുമ്പോൾ അതിന്റെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു രീതിയാണ് ഒന്ന്. രണ്ടാമത് സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻ ഉണ്ട്. അത് നമ്മൾ കൈകൊണ്ട് ചെയ്യണം, കുറച്ച് മെഷീൻ തന്നെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് മെഷീൻ തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ത്രൂ ഫീഡില് 5 തരം പ്രോസസ്സ് നടക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ആകെ നടക്കുന്നത് 2 പ്രോസസ്സാണ്. അതിൽ ഒന്ന് ഗമ്മിങ് ആണ്, അതായത് പശ തേക്കുന്ന ഒരു പ്രോസസ്സും എൻഡ് കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സുമാണ് ഈ സെമി ഓട്ടോമാറ്റിക് മെഷീനിൽ നടക്കുന്നത്. നേരെ മറിച്ച് ത്രൂ ഫീഡ് മെഷീനിൽ, അതായത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനിൽ നടക്കുന്ന പ്രോസസ്സ് ആദ്യം അത് പ്രീ മില്ലിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്ത്, അതായത് നമ്മൾ പ്ലൈവുഡോ അല്ലെങ്കിൽ ഏത് പാനലാണോ കട്ട് ചെയ്യുന്ന പാനൽ കട്ട് ചെയ്യുമ്പോൾ വരുന്ന അൺഈവൻ ആയിട്ടുള്ള സർഫേസ് ക്ലീൻ ആക്കിയതിന് ശേഷം ഗമ്മിങ് ഗ്ലൂയിങ് നടക്കും. അത് കഴിഞ്ഞ് ഗ്ലൂയിങ്ങിൽ എഡ്ജ് ബാൻഡ് പോയതിനു ശേഷം അതിന്റെ എൻഡ് കട്ട് ചെയ്ത് അതിന്റെ 2 സൈഡും പീൽ ഓഫ് ചെയ്ത് അതിന്റെ പീൽ ഓഫ് ചെയ്ത സർഫേസ് ബഫ് ചെയ്തതിന് ശേഷം കോർണർ ട്രിമ്മിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ലാസ്റ്റ് എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് ഈ പാനല് കിട്ടുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടതായിട്ടുള്ള പ്രോസസ്സ്. അപ്പോൾ ഈ ലോക്കൽ വെണ്ടേഴ്സ്, അതായത് ചെലവ് കുറയ്ക്കാൻ വേണ്ടി കസ്റ്റമർ ചെയ്യുന്ന ഒരു രീതിയാണ് ലോക്കൽ വെണ്ടേഴ്സിനെ കയ്യിൽ നിന്ന് സർവീസ് എടുക്കുക എന്നുള്ളത്. അപ്പൊ ലോക്കൽ വെണ്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് സർവീസ് എടുക്കുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾക്ക് പാനല് കട്ട് ചെയ്തതിന് ശേഷം മൈക്കൊട്ടിച്ചതിന് ശേഷം വരുന്ന എഡ്ജ് അവര് ഹീറ്റെക്സ് പോലുള്ള ഗമ്മ് ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഗമ്മിന്റെ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം മാക്സിമം ആണ് ലൈഫ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ അത് എന്തായാലും പീൽ ഓഫ് ചെയ്ത് പോരും. നേരെ മറിച്ച് നമ്മൾ ത്രൂ ഫീഡിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ലൈഫ് ലോങ് ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റും. കാരണം അതിന്റെ പ്രോസസ്സ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇത് ഹോട്ട് ഗ്ലൂ ചെയ്തിട്ടാണ്, അതായത് ഒരു 180 ഡിഗ്രിയിൽ പശ ചൂടാക്കിയതിന് ശേഷമാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ലൈഫും വളരെ കൂടുതലായിരിക്കും എന്നുള്ളത് തന്നെയാണ്.